Myself Esther Jose, first year MBBS student, Fagana Medical Institute of Public Health, Uzbekistan. സോ ഇന്ന് ആക്ച്വലി നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു മിനി വ്ളോഗാണ്. നമുക്കിന്ന് ഹ്യൂമൻ അനാട്ടമിയുടെ ലെക്ചർ ഉണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഇന്ന് ഹ്യൂമൻ അനാട്ടമിയുടെ ക്ലാസ്സിൻ്റെ ക്ലിപ്സും അതിനോടൊപ്പം റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും. സോ ഫസ്റ്റ് ഓഫ് ഓൾ സോറി ഗൈസ്, ഇഗ്നോർ ദ ബാക്ക്ഗ്രൗണ്ട് നോയിസ്. ആക്ച്വലി ഇവിടെ ഞാൻ ഗ്രൗണ്ടിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്, അപ്പോൾ അവിടെ കുട്ടികൾ സ്പോർട്സിൻ്റെ ബഹളമാണ് നടക്കുന്നത്. സോ ലെറ്റ്സ് കം ബാക്ക് ടു ദ സബ്ജക്റ്റ്. ഇന്ന് നമുക്കൊരു രാവിലെ ഒരു 10 മണിയായപ്പോഴാണ് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ലെക്ചർ മാത്രമേ ഉണ്ടായിരുന്നു. ലെക്ചർ ആയതുകൊണ്ട് തന്നെ ഒരു 2 to 3 ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഒരു ഗ്രൂപ്പിൽ ഒരു 15 സ്റ്റുഡൻസ്, അപ്പോൾ ഓൾമോസ്റ്റ് 40 to 60 സ്റ്റുഡൻസിനെ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലെക്ചേഴ്സാണ്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അങ്ങനെ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുറേ ഫെസിലിറ്റീസും ഫാക്കൽറ്റീസും ഉണ്ട്. ലൈക്ക് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോറിൽ തന്നെ ഒരു 2 to 3 ലെക്ചർ ഹാൾസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് 3 ഫ്ലോർസ് ആണുള്ളത്. സോ അതൊരു ഫെസിലിറ്റി ഇൻഫ്രാസ്ട്രക്ചറിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ കോളേജിനെ സംബന്ധിച്ച്. സോ ബേസിക്കലി ഹ്യൂമൻ അനാട്ടമി എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾ MBBS ആണ് പഠിക്കുന്നത്. ഇപ്പം ഞാൻ സെക്കൻഡ് സെം ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് സെമ്മിലൊരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ ഞാൻ പറയാണ്, എവറി സബ്ജക്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈച്ച് ആൻഡ് എവറി സബ്ജക്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെ കോറായിട്ടുള്ളൊരു ഉദ്ദേശമുണ്ട്, അതിനായിരിക്കും നമ്മൾ ആ സബ്ജക്റ്റ് പഠിക്കുക. സോ ബട്ട് നമുക്കറിയാവുന്ന പോലെ ഹ്യൂമൻ അനാട്ടമിയാണ് MBBSനെ സംബന്ധിച്ചൊരു കോർ സബ്ജക്റ്റ്. അപ്പോൾ അനാട്ടമി പഠിക്കുമ്പോൾ അബ്രോഡിൽ എവിടെ പഠിച്ചാലും നമുക്ക് ആക്ച്വലി ഒരു കീ പോയിൻറ്റ്സ് മാത്രം തന്ന് നമുക്ക് ഗൈഡ് ചെയ്യും. ബട്ട് നമ്മളുടെ ഒരു വലിയ പാർട്ട് അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വൃത്തിക്ക് നമ്മളുടെ രീതിയിൽ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യണം. അതായത് നമുക്കിവിടെ ബുക്സ് ഉണ്ട്, BD ചൗരസിയുടെ ഇന്ത്യൻ ബുക്സൊക്കെ നമ്മളിവിടെ കൊണ്ടുവരും. ഇല്ലെങ്കിലും നമുക്ക് ഇവിടുന്ന് നോട്ട്സ് അവർ പ്രൊവൈഡ് ചെയ്യും. അതിൽ നമുക്ക് കീ പോയിൻറ്റ്സും ഗൈഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. നമുക്ക് വേണ്ട എല്ലാ സോഴ്സസും അതിലുണ്ടാവും. മാത്രമല്ല നമ്മുടെ ഫാക്കൽറ്റീസ് എന്നൊക്കെ പറയുന്നത് എല്ലാവരും മാക്സിമം അവരുടെ എഫേർട്ട് ഇടും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത്, നമ്മളുടെ കോളേജിൽ അനാട്ടമി പഠിപ്പിക്കുന്ന സാറുമാരിൽ ഒരാൾ മലയാളിയാണ്, ഡോക്ടർ രോഹിത് സാർ. ഇന്ന് സാറിൻ്റെ ലെക്ചറായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ആക്ച്വലി അതൊരു ആസ് എ മലയാളി, ഒരു മലയാളി സാർ ഇവിടെ ഉള്ളത്, ഒരു അബ്രോഡിലൊരു കൺട്രിയിലുള്ളത് നമുക്ക് ഒരു ഹെൽപ്ഫുള്ളുമായിട്ടുണ്ട്, അഭിമാനവും തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് മറ്റ് സാറുമാരുമുണ്ട്, ഇന്ത്യൻ സാർസ് അവൈലബിൾ ആണ് നമുക്ക്. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓരോ കീ പോയിൻറ്റ്സും നമ്മൾ അനാട്ടമിക്കലി പറയുകയാണെങ്കിൽ ഓട്ടോപ്സി ചെയ്ത് തന്നെ പഠിക്കാം. അതായത് നമുക്ക് ഗൈഡ് ചെയ്ത് തരും അവർ. ബട്ട് അബ്രോഡിൽ എവിടെയാണെങ്കിൽ തന്നെയും നമ്മുടെ സെൽഫ് പ്രിപ്പറേഷൻ ഒരു വലിയ ഘടകം തന്നെയാണ് നമ്മുടെ സ്റ്റഡീസിൽ. പിന്നെ ആസ് എ നോവീസ് എനിക്കിവിടെ വന്നതുകൊണ്ട് അറിയാം, നമുക്ക് MBBS ആണ്, വാസ്റ്റ് ആണ് സിലബസ്. സോ അതിൻ്റേതായ ഒരു പാട് നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ഇറ്റ്സ് ഓക്കെ. നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങളെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യാനും ഇവിടെ ഒരുപാട് ആളുകളുമുണ്ട്. ഒരുപാട് നമ്മുടെ കോളേജിന് ഒരുപാട് ഫെസിലിറ്റീസും ഉണ്ട്, ഫാക്കൽറ്റീസും ഉണ്ട്. സോ നമുക്ക് പിന്നെ ഇവിടെ സ്റ്റിമുലേഷൻ സെൻറ്റേഴ്സ് വഴിയാണ് നമ്മൾ കൂടുതലും പഠിക്കുക. ഫസ്റ്റ് ഇയർ ബേസിക്കലി ഒരു തിയററ്റിക്കൽ പാർട്സ് ആണ്, സബ്ജക്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും. മാത്രമല്ല ലെക്ചർ ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക തിയറിയും, അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിലായിരിക്കും നമ്മൾ പ്രാക്ടിക്കൽസ് സെപ്പറേറ്റ് ആയിട്ട് നോക്കുക. സോ ഫസ്റ്റ് ഇയർ നമുക്കങ്ങനെ അധികം ഒരു ക്ലിനിക്സിലേക്ക് വരുന്നില്ല, നമുക്കത് സെക്കൻഡ് ഇയർ തേർഡ് ഇയേഴ്സ് ആണ് വരുന്നത്. ബട്ട് സ്റ്റിമുലേഷൻ സെൻറ്റേഴ്സ് വഴിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ. സോ ബേസിക്കലി ഇന്ന് ഞാൻ അനാട്ടമിയുടെ കുറച്ച് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ആക്ച്വലി വീഡിയോ ക്ലിപ്സ് എടുക്കുന്നതിൽ. ബട്ട് എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുമുണ്ട്. ബട്ട് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെ വരുന്ന പുതിയതായിട്ട് ഇനി വരുന്ന കുട്ടികളുടെ അടുത്ത് എനിക്കൊരു ടിപ്പ് പോലെ പറയണമെന്നുണ്ട്. വി വിൽ ടോക്ക് ലേറ്റർ. ലൈക്ക് എൻ്റെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് സംസാരിക്കും, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. നിങ്ങൾക്ക് ഫർഗാനെ പറ്റിയിട്ടാണെങ്കിലും ക്ലാസ്സുകളെ പറ്റിയിട്ടാണെങ്കിലും ഉസ്ബെക്കിസ്ഥാനെ പറ്റിയിട്ടാണെങ്കിലും എന്ത് കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. മാത്രമല്ല MBBSനെ പറ്റിയിട്ടാണെങ്കിലും വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. സോ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ടിപ്പ് പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വി ഹാവ് ടു ലൈക്ക് നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ വരിക. വി ഹാവ് ടു ട്രൈ ഓർ വി ഹാവ് ടു പുട്ട് അവർ എഫേർട്സ് ഓൾസോ. നമ്മളുടെ എഫേർട്സും കൂടെ നമ്മൾ ഇടണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു MBBS എന്ന് പറയുന്ന ഒരു ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. സോ പ്രിപ്പയർഡ് ബൈ യുവർ സെൽഫ്. ഞാൻ പേടിപ്പിക്കുകയല്ല, ഒരിക്കലും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മുൻപോട്ട് കോളേജ് ലൈഫ് ആകുമ്പോൾ ഇതെങ്ങനെയാണ് MBBS റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ അതൊരു ജേർണി എങ്ങനെയാണ് പോകുക എന്ന് ഞാനൊരു ഔട്ട്ലൈൻ തന്നേ ഉള്ളൂ. വി വിൽ ടോക്ക് ലേറ്റർ. സോ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നമ്മുടെ അനാട്ടമി ലെക്ചറിൻ്റെ ക്ലിപ്സ് കൊടുക്കുന്നുണ്ട്. സോ അണ്ടിൽ ദെൻ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ അണ്ടിൽ ദെൻ ബൈ ഗൈസ്, താങ്ക് യു.